ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ക്രിസ്മസ് പ്രമാണിച്ച് നമ്മൾ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യല്ലേ. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് കുറച്ച് കുഷ്യൻ കവേഴ്സ് ഒക്കെ ചെയ്യാനായിട്ട് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കാൻ പോവാം. വാ. എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് അഞ്ജു എന്നാണ്. അവൾക്ക് ഇൻസ്റ്റഗ്രാമിലൊരു പേജ് ഉണ്ട്, ഹാർട്ട്ഫുള്ളി ഹാൻഡ് മെയ്ഡ് എന്നാണ് അതിൻ്റെ പേര്. അവൾ ഇഷ്ടം പോലെ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റുകൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പം എല്ലാ വർഷവും ക്രിസ്മസിന് ഞാൻ അവളുടെ അടുത്തുനിന്ന് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഞാൻ അവളുടെ അടുത്തുനിന്ന് ഓർഡർ ചെയ്യാറുണ്ട്. അപ്പം ഈ വർഷം ഞാൻ മുൻകൂട്ടി ഓർഡർ ചെയ്തായിരുന്നു അവളുടെ അടുത്തുനിന്ന്. ചിലപ്പോൾ സാധാരണ ചില സമയം ഞാൻ ലേറ്റ് ആയി പോകും എന്തെങ്കിലും ഓർഡർ ചെയ്യാനായിട്ട്, അപ്പോഴത്തേനും എല്ലാം സെയിലായി പോയിട്ടുണ്ടാവും. അപ്പം ഇപ്രാവശ്യം ഞാൻ നേരത്തെ ഓർഡർ ചെയ്തു. അപ്പം അത് റെഡിയായി എന്നും പറഞ്ഞ് വിളി വന്നു. അഞ്ജുവിൻ്റെ ഫ്ലാറ്റിൽ തന്നെയായിരുന്നു കേട്ടോ നമ്മൾ ആദ്യം താമസിച്ചോണ്ടിരുന്നിരുന്നത്. ഹലോ, കണ്ണൊക്കെ കറഞ്ഞ് സുന്ദരി കുട്ടിയായിട്ടിരിക്കുന്നു. ഞാനും അഞ്ജും തമ്മിൽ പരിചയപ്പെട്ടിട്ട് 16 വർഷമായി. അതെ, ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് 16 വർഷം. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ എന്തോ ഒരു മാജിക് ഉണ്ട്. ഞങ്ങളങ്ങനെ എപ്പോഴെപ്പോഴും വിളിച്ച് സംസാരിക്കുന്ന ഫ്രണ്ട്സൊന്നും അല്ല കേട്ടോ. കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്, ലഞ്ചിന് പോകാറുണ്ട്, ഫാമിലി ആയിട്ട് മീറ്റ് ചെയ്യാറുണ്ട്, ഞങ്ങൾ ട്രിപ്പ് പോകാറുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ എപ്പോഴെപ്പോഴും വിളിക്കുകയോ സംസാരിക്കുകയോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ വിളിച്ചാൽ ഞങ്ങൾക്ക് സംസാരിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. മെയിനായിട്ട് ക്രാഫ്റ്റ് ആയിരിക്കും ഞങ്ങളുടെ മെയിൻ വിഷയം. അത് തന്നെയായിരിക്കും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിലുള്ള ആ ഒരു മാജിക്കൽ എലമെൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് സംസാരിക്കാൻ വിഷയങ്ങൾക്കൊരു പഞ്ഞമില്ലാത്തതും. ഞാൻ അഞ്ജുവിൻ്റെ അടുത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്ക് സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾക്കും കൂടി ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ആകെ എവിടെ നിന്ന് തുടങ്ങണം എന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കുക മൊത്തത്തില്. ഇത് നമ്മളുടെ കീ ചെയിൻസ്. ഇത് നമുക്ക് പേഴ്സണലൈസ് ചെയ്യും. പേരൊക്കെ എംബ്രോയിഡറി ചെയ്യും ഇതുപോലെ. അതല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ജസ്റ്റ് കണ്ടോ ഇങ്ങനെ കുറച്ച്. ഇത് ക്രിസ്മസ് തീമിലും അല്ലാണ്ടും ചെയ്ത് കൊടുക്കും അല്ലെ? അല്ലാണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കും. ഇത് ഒരു ഗാർലൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കസ്റ്റം ഓർഡർ ആയിരുന്നു. അപ്പം അതിന്റെ പ്രോസസ്സിലാണ്, അത് തീർന്നിട്ടില്ല. ഇത് ഹാങ് ചെയ്ത് ഓർഡർ അനുസരിച്ച് ചെയ്ത്. അതെ, അത് ഫിനിഷ് ചെയ്തോണ്ടിരിക്കുന്നു. അപ്പൊ ഇതിനെ ഒരു സ്ട്രിങ്ങില് ഇടും. അപ്പൊ അങ്ങനെയാണ്. ഇതെല്ലാം നമ്മുടെ ക്രിസ്മസ് ഓർണമെന്റ്സ്. ഇത് ഇക്കോ ഫ്രണ്ട്ലി ആണ്. ലൈക്ക് ഈവൻ സ്റ്റഫിങ്ങും ഈ സ്ക്രാപ്പ് ഫാബ്രിക് ആണ്. അപ്പൊ നമ്മള് അല്ലാതെ പ്രോജക്ട്സിനൊക്കെ വരുന്ന തുണിയിൽ നിന്നൊക്കെ കട്ട് ചെയ്യുന്ന അതിനെ കട്ട് ചെയ്താ ഇത് ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പം ടോട്ടലി ഇക്കോ ഫ്രണ്ട്ലി. ഇതുപോലെ ഇങ്ങനത്തെ ഫുൾ മെറ്റീരിയൽ വ്യത്യാസം ഉണ്ടല്ലോ. അത് ഇച്ചിരി ഫ്ലാനൽ പോലെ കുറച്ച് സോഫ്റ്റർ. അപ്പൊ നമുക്ക് കസ്റ്റം ചെയ്തെടുക്കാം. എങ്ങനെയാണ് മെറ്റീരിയൽ നമുക്ക് ഇത് ചെയ്യാം. ഇത് വേറെ മെറ്റീരിയൽ. അതെ, ഇപ്പം ഓരോരുത്തർക്ക് ഓരോ കോമ്പിനേഷൻസ് ഒക്കെ ആയിരിക്കുമല്ലോ ഇഷ്ടം. റെഡ് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ഓരോ പല ഇതനുസരിച്ച് അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമുക്ക് ഡിഫറെന്റ് ഫാബ്രിക്സിൽ ചെയ്യാം. നമ്മുടെ ഇത് അതിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇത് ഫില്ല് ചെയ്തിട്ടില്ല. നമ്മള് ഫില്ല് ചെയ്തത് ഇല്ല. നമുക്ക് ഉണ്ടെങ്കിൽ അത് ഞാൻ കാണിച്ചു തരാം. വേറെ ചെയ്തത് കാണും. അപ്പൊ അങ്ങനെ പല കളർ തീമില് ട്രീ ബോസ് ആണ്. അത് ട്രീയിൽ ഇടാനുള്ള ചെറിയ ചെറിയ ഇതുപോലെ തന്നെ ഓർണമെന്റ്സ് പോലെ തന്നെ ട്രീയിൽ ഇടാനായിട്ട്. പിന്നെ ഇവിടെ ക്രിസ്മസ് തീമിലുള്ള ബാഗുകളുണ്ട്. ചെറിയ സ്ലിംഗ് ബാഗ്. ഇത് നല്ല ഭംഗിയുണ്ട്. അത് ലൈക്ക് ക്രിസ്മസ് ഔട്ട്ഫിറ്റ്സിന്റെ കൂടെ ഒക്കെ നമുക്ക് ഇത് ഇങ്ങനെ ഇടാം അല്ലേ? ഞാൻ വേറെ ഒരെണ്ണം ഉണ്ട്. അതിന്റെ തന്നെ ചെറിയ സൈസ് ഉണ്ട്. ഇതിന്റെ ഉള്ളിലും ഉണ്ടല്ലേ പോക്കറ്റ്സ് ഉണ്ട്. അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ അതിന്റെ തന്നെ വേറൊരു ഇതും ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് വന്നെ ശരിക്കും ഒരു
ഫർ മെറ്റീരിയൽ പോലെ ഫ്ലാനൽ ടൈപ്പ്. അതെ, ഒരു വൂളൻ ഫീലുള്ള. ഇതാണ് ക്രിസ്മസ് പാർട്ടി ക്ലച്ച്. അത് റോ സിൽക്കിൽ ചെയ്തിരിക്കുന്ന അത്. ഇത് കണ്ടോ, ഇതിനകത്തും ഈ സ്ലിംഗ് എല്ലാം ഉണ്ട്. സോ ഇത് നമുക്ക് ഈ സ്ലിംഗ് വേണ്ടെങ്കിൽ നമുക്ക് നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഇതിങ്ങനെ ചെറിയ കുട്ടികൾക്കൊക്കെ നല്ല, ചെറിയ പിള്ളേർ നമ്മൾ യൂഷ്വലി പാർട്ടി ക്ലച്ച് ആയിട്ട് നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ, ഫോണും ലിപ്സ്റ്റിക്കോ അങ്ങനത്തെ അത്യാവശ്യം ഇട്ടിട്ട് ചെയ്യാനായിട്ട്. അഞ്ജുവിന്റെ വർക്ക് ഫിനിഷിംഗ് ആണ് കേട്ടോ, ഒന്നും പറയാനില്ല. ക്രിസ്മസിന്റെ ഇങ്ങനത്തെ ഈ 3 ടൈപ്പായിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ബാഗ്സ്. പിന്നെ ഇത് ഫുള്ള് കുഷ്യൻ കവേഴ്സ് ആണ്. അത് അഞ്ജു, ഇത് എന്താ അഞ്ജു? ഇത് നമുക്ക് ഡോഗ്സിന് അല്ലെങ്കിൽ പെറ്റ്സിനൊക്കെ അവരുടെ കോളറിൽ അറ്റാച്ച് ചെയ്യുന്ന പോലത്തെ ഉള്ള ബോ ടൈ. നമ്മള് ഇത് ഡോഗ് ബണ്ടാന. ഡോഗ്സിന് നമ്മളിങ്ങനെ അതിന്റെ ഇങ്ങനെ കെട്ടി കൊടുക്കുക. എനിക്ക് ഡോഗ് ഇല്ല കാണിക്കാൻ, അപ്പൊ അതുകൊണ്ട് ഞാൻ കാണിച്ചത്. ഡോഗ് ലവേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെ? ഇതും ചുമ്മാ ഇങ്ങനെ കഴുത്തിലിട്ട് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് അല്ലേ? ഇതൊരു സ്ക്രഞ്ചി ടൈപ്പ്. ഇത് ടൈ ചെയ്യുന്നതാ. ഇത് വൈൻ ബോട്ടിൽ ബാഗ്സ്. ഓ സൂപ്പർ. അല്ല, നമുക്കിതൊരു ഡെക്കറേഷൻ പീസ് ആയിട്ട് നമുക്ക് വെക്കാം. അങ്ങനെ വെക്കാം. നമ്മള് യൂഷ്വലി ഇപ്പൊ വൈനൊക്കെ ക്യാരി ചെയ്യോ ഗിഫ്റ്റ് ചെയ്യോ ഒക്കെ ചെയ്യുവാണെങ്കിൽ, അല്ല നമുക്ക് ഇത് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്തിട്ട് കൊടുക്കാം. യെസ്, ഗിഫ്റ്റ് ബാഗ് ആണ്, വൈൻ ഗിഫ്റ്റ് ബാഗ്. അപ്പൊ നമുക്ക് ഈ ഹാമ്പേഴ്സിനൊക്കെ പലരും കൊണ്ടുപോകാറുണ്ട്. ഇതിന് നല്ല ഭംഗിയുണ്ട്. ഇത് ഫുള്ള് കുഷ്യൻസ് ആണ് അല്ലേ? ഇതെല്ലാം കുഷ്യൻ കവേഴ്സ്. ജസ്റ്റ് ക്വിക്ക്ലി ഞാൻ കാണിച്ചു തരാം. പല ഡിസൈൻസ്. ഓ ഇങ്ങനത്തെ അല്ലേ ഞാൻ ഓർഡർ ചെയ്തത്? പിന്നീട് ഇങ്ങനത്തെ ഇച്ചിരി സട്ടിൽ കളേഴ്സ് വേണ്ടവർക്ക് വൈറ്റ് മിക്സ് ചെയ്തിട്ടുള്ള ടൈപ്പ്. ഓ ഇതും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെ, അതെല്ലാം ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആക്ച്വലി. ഇതും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. സോളിഡ് കളേഴ്സ് നമുക്ക് ഇതിന്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് ഇടാനായിട്ട്. ഇത് എല്ലാം നല്ല ബ്രൈറ്റ് ആയിട്ടും വന്നിട്ടുണ്ട് നമുക്ക്. ഇത് വേറൊരു ഡിസൈൻ. ഇത് മറ്റേ ഒരു 12x18 സൈസിന്റെ. അല്ല ഇത് ഭയങ്കര ബ്രൈറ്റ് റെഡ് അല്ല, കൂടുതൽ അതും ഉണ്ട്, ഒരു മെറൂൺ റെഡും ഉണ്ട്. ഇത് കണ്ടോ, ഇത് രണ്ടും റെഡിന്റെ വ്യത്യാസം കണ്ടോ? ഇത് വേണ്ടവർക്ക് ഇതും ഉണ്ട്, ഇത് വേണ്ടവർക്ക് ഇതും ഉണ്ട്. പിന്നെ ലൈക്ക് ചിലർക്ക് ഒരു ഗ്രീൻ, ഇപ്പം ലൈക്ക് വൈറ്റ് ആൻഡ് ഗ്രീൻ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ഒരു കോമ്പിനേഷനിലൊക്കെ ചെയ്യാം. ഇത് കണ്ടോ, ഇതും കൂടെ ഇങ്ങനെ ഒത്തിരി റെഡ് വേണ്ടെന്നുള്ളവർക്ക്. പിന്നെ അല്ല വീട്ടില് പെയിന്റ് ഈ ഒരു ആഷ് കളർ ആണല്ലേ? അതാണ് ഞാൻ ഈ ഒരു വൈറ്റ് ആൻഡ് ഈ ഒരു ചെക്ക് ആ ഒരു ഷെയ്ഡൊക്കെ എടുത്തത് കൂടുതലും. പിന്നെ വേറെ കുറച്ചെണ്ണം ഇതൊക്കെ. ഇത് നല്ല കോമ്പിനേഷൻ ആട്ടോ അഞ്ജു, നല്ല കോമ്പിനേഷൻ. ഇത് വൈറ്റ്, ഇത് ഗ്രീൻ കളർ സൈസ്. ഇങ്ങനെ കുറച്ച് പ്രിന്റ്സ്. ഇതെല്ലാം കസ്റ്റം സൈസസും ചെയ്യാം നമുക്ക്. ജനറലി ഞാൻ 16x16 ചെയ്യുന്നത്. പക്ഷെ ഇപ്പം ഡിനിക്ക് ചെയ്തത് നമ്മൾ 18x18. പിന്നെ ഈ 12x18 അല്ല 12x18 അങ്ങനെയൊക്കെ ഇച്ചിരി അങ്ങനത്തേതും ചെയ്യുന്നുണ്ട്. ഏത് സൈസ് വേണേലും അവർക്ക് റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇത് കർട്ടൻ ബോകളല്ലേ? കർട്ടൻ ബോ സൈസ്. അത് നമ്മള് ടൈ ബാക്ക്, കർട്ടൻ ടൈ ബാക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് നമ്മള് ഇത് ഇങ്ങനെ ടൈ ചെയ്യുക. ഇതും രണ്ടെണ്ണം ഉണ്ട് അല്ലെ? കോമ്പിനേഷൻസ് ഉണ്ട് അതിന്റെ. പല ഡാർക്ക് ഉണ്ട്, അല്ല ഇതിന്റെ ലൈറ്റ് റെഡ് കൂടുതലുള്ള ടൈപ്പ് ഉണ്ട്. പല കോമ്പിനേഷൻസ് ഉണ്ട്. പിന്നെ ഇതൊന്നും അല്ലാണ്ട് ഇഷ്ടം പോലെ ബാഗ്സും ഉണ്ട്. ഹാൻഡ് മെയ്ഡ് ബാഗുകളുടെ വലിയൊരു കളക്ഷൻസ് ഉണ്ട് അഞ്ജുവിന്റെ കയ്യില്. അഞ്ജുവിന്റെ പേജ് എടുത്ത് നോക്കുക. പേജിനെ പറ്റി ഡീറ്റെയിൽ പറഞ്ഞ അഞ്ജു. ഹാർട്ട്ഫുള്ളി ഹാൻഡ് മെയ്ഡ്. അത് എടുത്ത് നോക്കുക. നല്ല
അടിപൊളി ഹാൻഡ് മെയ്ഡ് ബാഗുകളുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. നല്ല ബ്രൈറ്റ് കളേഴ്സ് ആയിരിക്കും കൂടുതലും ഉണ്ടാവുക. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ക്ലച്ചേഴ്സ് ഉണ്ട് ഇഷ്ടം പോലെ. ഇത് ക്ലച്ചസ് ആണ്, പാർട്ടി നമ്മള് ഒരു ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോ യൂസ് ചെയ്യുന്ന പോലത്തെ. പിന്നെ ഇങ്ങനെ നമുക്ക് എംബ്രോയിഡറി, ഇത് ഹാൻഡ് എംബ്രോയിഡേർഡ് ആണ് ഇതെല്ലാം. ലൈക്ക് ഇച്ചിരി ഇങ്ങനത്തെ ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലത്തെ. പിന്നെ പെൻസിൽ പൗച്ചുകൾ പിള്ളേർക്കൊക്കെ സ്കൂളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന. ഒത്തിരി പേര് ബർത്ത്ഡേ റിട്ടേൺ ഗിഫ്റ്റ്സ് ആയിട്ടൊക്കെ, ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ കൊടുക്കാൻ, റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയിൻ, അതൊക്കെ ഇതൊക്കെ പല നമുക്ക് ഇഷ്ടമുള്ള ഫാബ്രിക്കിലും കളേഴ്സിലും ഒക്കെ ചെയ്യാം. പിന്നെ ഇത് ഒരു മൾട്ടിപർപ്പസ് പൗച്ച്, നമുക്ക് ടോയ്ലറ്ററീസോ അല്ലെങ്കിൽ മേക്കപ്പ്, മെഡിസിൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗാഡ്ജറ്റ്സ് ഇതൊക്കെ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. ഇതെന്താ അഞ്ജു? ഇത് ട്രാവൽ ലോഞ്ചറി ബാഗ്സ് ആണ്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പം നമുക്ക് ലോഞ്ചറി ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്. സോ ഇതുണ്ട്, വാഷും വെയറും ഉണ്ട്. സോ ഇത് 2 കമ്പാർട്ട്മെന്റാണ്. നമുക്ക് 2 വാഷ് ചെയ്യാനുള്ളത് ഒരിടത്തും വെയർ ചെയ്യാനുള്ള ഒരിടത്തും അങ്ങനെ ഇടാം. ഇത് കൂടാതെ സപ്പോസ് ചിലർക്ക് അത് ഒരുമിച്ചുള്ളത് ഇഷ്ടമില്ല, സോ അങ്ങനെയുള്ളവർക്ക് സെപ്പറേറ്റ്. ഇത് തന്നെ 2 സൈസസിലുണ്ട്. ഇതുണ്ട്, ഇതിന്റെ ഒരു സ്മോളർ വേർഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് അധികം കൊണ്ടുപോകാനില്ല, ലൈക് ഷോർട്ട് ട്രിപ്സിനൊക്കെയാണ് ഇച്ചിരി ചെറുത് മതിയല്ലോ. അപ്പം ഇതിങ്ങനെ 2 എണ്ണത്തിന്റെ ഒരു സെറ്റ് ആണത്. ചെറിയ കുട്ടികളെ കൊണ്ടുപോകുന്നവർക്ക് അവർക്കും നല്ലതാണ്. അങ്ങനെ പിന്നെ ഇതിന്റെ തന്നെ സിംഗിൾ ഇതുപോലത്തെ ഓർഗനൈസിങ് ബാഗ്സ് ആയിട്ട്, ലൈക്ക് ഈ കിൻഡർ ഗാർഡനിലൊക്കെ പോകുന്ന പിള്ളേർക്ക് എക്സ്ട്രാ സ്പെയർ ക്ലോത്ത്സ് ഒക്കെ കൊണ്ടുപോകണമല്ലോ, അപ്പം അതിനൊക്കെ അവര് യൂസ് ചെയ്യുന്നുണ്ട്. അത് മൊബൈൽ സ്ലിങ്സ്. നമുക്ക് അത്യാവശ്യം കാർഡോ ക്യാഷോ മൊബൈലും ഒക്കെ ഇടാനായിട്ട്. ഇപ്പം നമ്മള് പെട്ടെന്നൊന്ന് പുറത്ത് പോവാം, അല്ലെങ്കിൽ വാക്കിന് പോകുമ്പം നമ്മുടെ കൈ ഫ്രീ ആയിട്ടിരിക്കുമല്ലോ, അല്ലെങ്കിൽ എപ്പോഴും കയ്യിൽ മൊബൈലും ഒക്കെ പിടിച്ചോണ്ട്. അപ്പം ഇതിങ്ങനെ ക്രോസ് ബോഡി ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള ആന്റിമാർക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഞാൻ എന്റെ ഫ്ലാറ്റിലെ ഇവിടെ താഴെ നടക്കുമ്പോ എപ്പോഴും ആന്റിമാര് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് നടക്കുന്നതാണ്. ഇങ്ങനെ എപ്പോഴും അവർക്ക് എപ്പോഴും ഭയങ്കര യൂസ്ഫുൾ ആണ്. എപ്പോഴും കയ്യില് പിടിച്ചവർക്ക് നടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഈ പാഡ് പൗച്ചിന്റെ കാര്യം, ഇത് എല്ലാ ലേഡീസിനും ഭയങ്കര ബാഗിൽ നമ്മൾ കൊണ്ടു നടക്കാൻ ഈസി ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. നമുക്ക് ബാഗിൽ ഇട്ടാൽ മതി, കയ്യിൽ കൊണ്ട് നടക്കാനും ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. പിന്നെ ഇത് മൊബൈൽ വാളറ്റ്സ് ലൈക്ക് നമുക്ക് ഫോണും ഫിറ്റ് ചെയ്യാം. അതിനകത്ത് ഫോണും വെക്കാം. ഇവിടെ ഒരു ക്യാഷ് പോക്കറ്റും ഉണ്ട്, കോയിൻ പോക്കറ്റും കാർഡ്സും. കാർഡ്സ്, ക്യാഷ്, കോയിൻസ്, ഫോൺ എല്ലാം ഇത് ചെയ്യാം. എന്റെ ചുറ്റും നോക്കുമ്പോ എല്ലാം ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് കാണുന്നത്. അഞ്ചു കൂടുതലും അങ്ങനത്തെ കളേഴ്സാണ് ഞാൻ ചൂസ് ചെയ്യാറുള്ളത്. പക്ഷെ നിങ്ങൾക്ക് ഏത് കളേഴ്സാ വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അഞ്ചു ചെയ്തു തരും. ഞാൻ കൂടുതലും എപ്പോഴും ഡ്രസ്സിന്റെ ഏത് ഷെയ്ഡ്സിനനുസരിച്ചും നമുക്ക് ഇവിടെ ചെയ്തു കൊടുക്കും കേട്ടോ. ഒരു ഇവന്റിന് ഒരു പെർട്ടിക്കുലർ ഒരു കളർ തീമിൽ വേണമെങ്കിൽ ഇപ്പൊ ബ്രൈഡ്സ് മെയ്ഡ്സിനൊക്കെ അങ്ങനെ വരും. അപ്പൊ അവർക്കെല്ലാം ഒരു കളർ സ്കീം കാണുമല്ലോ. അപ്പൊ അത് വെച്ചിട്ട് ഒരു ഇതിൽ എല്ലാവർക്കും ഒരുപോലത്തെയൊക്കെ ചെയ്യും. നമ്മൾ എങ്ങനെയാ ഇതിന്റെ ഓർഡേഴ്സ് എങ്ങനെയാ എടുക്കുന്നത്? ഓർഡേഴ്സ് ഇപ്പം യൂഷ്വലി പേജിനകത്ത് അവര് ഒരു സ്ക്രീൻഷോട്ട് ചെയ്ത് അയക്കുക ഏത് പ്രോഡക്റ്റ് ആണ് വേണ്ടതെന്നുള്ളത്. പിന്നെ നമുക്ക് അതിന്റെ അവർക്ക് ഫാബ്രിക് വേറെ വേണം, അല്ലെങ്കിൽ ഏത് ചൂസ് ചെയ്യാം. അപ്പൊ ആ പ്രോഡക്റ്റ് ഏതാന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഏത് ടൈപ്പ് ഓഫ് ഫാബ്രിക് ആണ്, കളേഴ്സ് ഏതാ, അവരുടെ പ്രിഫറൻസ് അനുസരിച്ച് നമ്മൾ ഫാബ്രിക് ഓപ്ഷൻസ് കൊടുക്കും. അല്ലെ അതിനകത്തുള്ളതിൽ നിന്ന് അവർക്ക് ചൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പം എന്നിട്ട് അത് ഒരു മേക്കിംഗ് ടൈം ഉണ്ട്, ഒരു 2 weeks ജനറലി ഞാൻ ചോദിക്കാറുണ്ട്. പെട്ടെന്ന് വേണ്ടവർക്കും ഐ കീപ് കുറച്ച് റെഡി ടു ഷിപ്പ് സാധനങ്ങളും ഉണ്ട് ഇപ്പം. ബിക്കോസ് എപ്പോഴും ആൾക്കാർ പെട്ടെന്ന് ഗിഫ്റ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ ചോദിക്കും പലപ്പോഴും. അപ്പം അതുകൊണ്ട് നേരത്തെയൊക്കെ ഫുള്ളി മെയ്ഡ് ടു ഓർഡർ ആയിരുന്നു. പക്ഷെ ഇപ്പം ഐ ഹാവ് സം സ്റ്റഫ് റെഡി. കിട്ടി. അപ്പൊ അഞ്ജുവിന്റെ കയ്യിലുള്ള കളക്ഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ഓർഡർ ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഡിസംബർ ആകുമ്പോഴത്തേനും അടിപൊളിയായിട്ട് വീട് ഡെക്കറേറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.